അതുപോലെ അസംബ്ലിയിലേക്കോ പാർലമെൻറ്റിലേക്കോ ഞാൻ വോട്ട് ചെയ്ത ഒരു സ്ഥാനാർത്ഥിയും ഈ അടുത്ത കാലത്ത് ഒഴിച്ചു നിർത്തിയാൽ ജയിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ജയിക്കുന്ന ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാനും കഴിയാതെ പോയ ഒരാളെ ഒരു ഹതഭാഗ്യവാനായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഗോവയിൽ ഗവർണറായപ്പം എൻ്റെ ഭാര്യയുടെ വോട്ടുകൾ അങ്ങോട്ട് മാറ്റി അവിടെ അസംബ്ലി തെരഞ്ഞെടുപ്പിലും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്തു. ഞങ്ങൾ വോട്ട് ചെയ്ത രണ്ടുപേരും ജയിച്ചു. ഇവിടെ ഇപ്രാവശ്യം ഇവിടെ ഈ വാർഡ് താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് ഇവിടുത്തെ ആൾ ജയിച്ചു. ഒരു ചരിത്രമാണത്. അപ്പോൾ അങ്ങനെ ആ ഒരു തെരഞ്ഞെടുപ്പ് ഒഴിച്ചാൽ താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്ത ഈ ഗോവയിലെ രണ്ടും ഇവിടുത്തെ ഒന്നും ഒഴിച്ചാൽ ബാക്കിയുള്ള സമയത്തൊക്കെ താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്തതെല്ലാം ജയിക്കാതെ പോയി. പക്ഷേ സംതൃപ്തിയുണ്ട്. എൻ്റെ പ്രസ്ഥാനത്തിന് വേണ്ടിയാണ് വോട്ട് ചെയ്തതെന്നുള്ള സംതൃപ്തിയുണ്ട്.